A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും എക്സാമിനും വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് എല്ലാവരും കാണുക, പഠിക്കുക, എക്സാമിന് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ 2022 ജൂണിലെ ഫസ്റ്റ് ഇയറിന് വന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് ഡീഗ്രഡേഷന് കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഡീഫോറസ്റ്റേഷൻ, ഓർഗാനിക് ഫാമിംഗ്, പ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ, വെൽ മാനേജ്ഡ് ഇറിഗേഷൻ. ഇതിൽ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമായിട്ടുള്ള ഫാക്ടർ ഡീഫോറസ്റ്റേഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യനെയറിൻ്റെ പ്രീ ടെസ്റ്റിംഗ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പൈലറ്റ് സർവേ. എ സ്മോൾ സർവേ കണ്ടക്റ്റഡ് ബിഫോർ ദ ലാർജ് സർവേ ഈസ് നോൺ ആസ് പൈലറ്റ് സർവേ. വലിയ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ചെറിയ സർവേയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു പ്രീ ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. അടുത്തതാണ്: വിച്ച് ആവറേജ് ഈസ് അഫക്റ്റഡ് മോസ്റ്റ് ബൈ ദ പ്രസൻസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. ഏത് ആവറേജിനാണ് എല്ലാ ഐറ്റംസും ഉൾപ്പെട്ടിരിക്കുന്നത്? അരിത്മെറ്റിക് മീനാണ്. നെക്സ്റ്റ്: വിച്ച് എമംഗ് ദ ഫോളോയിങ് കൺട്രി ഹാസ് ദ ഹയസ്റ്റ് അർബനൈസേഷൻ. ഇവിടെ തന്നിരിക്കുന്നത് ഇന്ത്യ, ചൈന, ശ്രീലങ്ക. ഇതിൽ ചൈനയാണ് ഹയസ്റ്റ് അർബനൈസേഷൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ റേഞ്ച് ഓഫ് സിമ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഈസ്. സിമ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ റേഞ്ച് എങ്ങനെയാണ്? -1 to +1. -1നും +1നും ഇടയിലാണ്. നെക്സ്റ്റ്: ദാദാബായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത്. ദാദാബായ് നവറോജി എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? എന്താണ്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അടുത്തത്: പോപ്പുലേഷൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ജെൻഡറിൻ്റെ ബേസിസിലുള്ള പോപ്പുലേഷനെ എന്തിന് എക്സാമ്പിളാണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിളാണ്. അടുത്തത്: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫെസിലിറ്റേറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കം അണ്ടർ ദ ഹെൽത്ത് സെക്ടർ. ഇതിനകത്ത് തന്നിരിക്കുന്നത് UGC, NCERT, AICTE, ICMR. ഇതിൽ ICMR ആണ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്: എ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ. എന്ത് പ്രൈസാണ്? റീറ്റെയിൽ പ്രൈസ്. ഇതും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് വേൾഡ് ബാങ്ക്. ഏതാണ്? ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD ആണ് വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഇന്ത്യ ഫോറിൻ ട്രേഡ് ബ്രിട്ടീഷ് പീരീഡിൽ. ദെൻ നെക്സ്റ്റ് 2022 ജൂണിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ എമംഗ് ദ ഫോളോയിങ് ഇക്കണോമിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ബ്രിട്ടീഷ് പീരീഡ്. ആരാണ്? VK RV റാവു ആണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ അമർത്യ സെൻ, മകളനോബിസ്, രംഗരാജൻ, VK RV റാവു എന്നാണ്. അപ്പോൾ VK RV റാവു ആണ്. Which of the given factor is considered as human capital?
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്നത്? തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്: മെഷീനറി, എക്യുപ്മെൻറ്റ്, ട്രെയിൻഡ് ലേബേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. ഇതിൽ ട്രെയിൻഡ് ലേബേഴ്സാണ്. അടുത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദ വേൾഡ് ഇക്കോണമി ഈസ് നോൺ ആസ് ഗ്ലോബലൈസേഷൻ ആണ്. അടുത്തത് വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? സെൻസസ് മെത്തേഡ്. സെൻസസ് മെത്തേഡിലെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഉൾപ്പെടുത്തി നടത്തുന്ന സർവേയാണ് സെൻസസ് സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഇതിൽ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, അരിത്മെറ്റിക് മീൻ, കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇതിൽ അരിത്മെറ്റിക് മീനാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വരുന്നത്. വിച്ച് ഓഫ് ദ ഗിവൺ സിസ്റ്റം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ISM? ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ആയുർവേദ, അലോപ്പതി. ഇതിൽ അലോപ്പതിയാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്? എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: സപ്ലൈസ് റിസോഴ്സസ്, ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്, സസ്റ്റെയിൻസ് ലൈഫ്, പ്രൊവൈഡ് എസ്തറ്റിക് സർവീസ്. ഇതിൽ ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡാണ് വരുന്നത്. അടുത്തത് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് കളക്റ്റീവ്ലി ബൈ പീപ്പിൾ ഇൻ ചൈന ഈസ് നോൺ ആസ് കമൂൺ സിസ്റ്റം. കമൂൺ സിസ്റ്റം എന്നാണ് അറിയപ്പെടുക. ഹു ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് പോവർട്ടി ലൈൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആരാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ലൈൻ ആദ്യമായിട്ട് പ്രീ ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ ഡിഫൈൻ ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. Then, when two related variables are moving in the same direction, correlation between variable is known as positive correlation. Next, index number for the base period is always taken as 100 ആണ്. Index number for the base period is also known as or also taken as 100. Variables which can take any numerical value is known as continuous variable. Any numerical value എടുക്കുന്നതാണ് continuous variable. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 2022 ജാനുവരിയിലെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രീ ടെസ്റ്റിംഗ് ഓഫ് എ ക്വസ്റ്റ്യനെയർ ഈസ് നോൺ ആസ് പൈലറ്റ് സർവേ. ക്വസ്റ്റ്യനെയറിൻ്റെ പ്രീ ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത് പൈലറ്റ് സർവേ എന്നാണ്. അടുത്തത് an example of formal sector workforce. Formal sector workforce-ന് എക്സാമ്പിൾ വർക്കേഴ്സ് ഇൻ ദ പബ്ലിക് സെക്ടറാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ? ഏതാണ്? ഗ്ലോബൽ വാർമിംഗ് ആണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ. അടുത്തത് ഇത് അപ്പർ ലിമിറ്റ് ഓഫ് ക്ലാസ് 2030. അപ്പർ ലിമിറ്റ് ഏതാണ്? 30 ആണ്. ദെൻ ഹു ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് പോവർട്ടി ലൈൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ലൈൻ എന്നുള്ള കൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ദാദാഭായ് നവറോജിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രോസസ് ഓഫ് സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ ഈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഇക്വിറ്റീസ് പ്രൈവറ്റ് എൻ്റർപ്രൈസിന് നൽകുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ കൺട്രി? ഏതാണ്? ലിറ്ററസി റേറ്റ്. ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് എക്സാമ്പിളാണ്. ദ ലാസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് ഇൻ ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ 2011. 2011 ലാസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് ഇന്ത്യയിൽ നടന്നത്. The index number that is widely used to measure the rate of inflation. Rate of inflation measure ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പറാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ദെൻ അടുത്തത് 2023 ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ദ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് റിലേറ്റഡ് ടു ദാദാഭായ് നവറോജി. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദ പ്രോസസ് ഓഫ് ഹിയറിംഗ് റെഗുലർ സർവീസ് ഫ്രം
external sources by a company is known as outsourcing. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ലാൻഡ് സീലിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് ലാൻഡ് റീഫോം. ലാൻഡ് സീലിംഗ് ലാൻഡ് റീഫോമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ബിലോങ് ടു. മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് സെൽഫ് എംപ്ലോയിഡ് ആണ്. നെക്സ്റ്റ്, ദ ഡാറ്റ കളക്റ്റഡ് ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഫ്രം എ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ചെയ്യുന്നത് സെക്കൻഡറി ഡാറ്റയാണ്. നെക്സ്റ്റ്, ദ മിഡിൽ മോസ്റ്റ് വാല്യൂ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് മീഡിയൻ. മിഡിൽ മോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ ആണ്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ. ഇൻഡെക്സ് നമ്പർ ആണ്. Which of the following is a two-dimensional diagram? Two-dimensional diagram ഏതാണ്? Histogram. The sum of the values of the observation divided by the number of observation is known as arithmetic mean. Next, which of the following is adopted by the government to promote equity in the agriculture sector after independence in India? Land reform ആണ്. Which of the following is an indirect tax? Indirect tax in example ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഹൂ യൂസ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്? ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദെൻ ഹോർട്ടിക്കൾച്ചർ റിലേറ്റ് ടു പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്, വെജിറ്റബിൾ, ഫ്ലവേഴ്സ് എക്സെട്ര. ഹോർട്ടിക്കൾച്ചർ ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിളിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്. പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ വരുന്നു? മൈനിങ് ആൻഡ് കോറിങ് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ടോട്ടാലിറ്റി ഓഫ് ദ ഐറ്റം അണ്ടർ സ്റ്റഡി. സ്റ്റാറ്റിസ്റ്റിക്സിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന എല്ലാ ഐറ്റവും ഉൾപ്പെടുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രീക്വൻസി ഡയഗ്രാം. ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സിമ്പിൾ ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ഇതിൽ ഹിസ്റ്റോഗ്രാമാണ്. അടുത്തത്, ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻ ടു ഈക്വൽ പാർട്ട്. ഏതാണ്? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് മീഡിയനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സേർവ്ഡ് വാല്യൂ ഇൻ ദ സീരീസ്? ഏതാണ്? മോഡാണ് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന വാല്യൂ. വിച്ച് ഇൻഡെക്സ് നമ്പർ ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്? ഏതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. +1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടത് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, ശ്രദ്ധിക്കുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.